തിരക്ക് പിടിച്ച ദിവസങ്ങളാണെങ്കിലും നമ്മുടെ കസിൻസിൻ്റെ കല്യാണം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായാലും തിരിച്ച് നാട്ടിലെത്താറുണ്ട്. അങ്ങനെ എത്തി ഞങ്ങളും ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് അമ്മുവിൻ്റെ കല്യാണത്തിനായിട്ട്. വന്ന പാടെ തന്നെ ഞങ്ങൾ വേഗം ഫ്രഷ് ആയിട്ട് നേരെ ഓടിപ്പോന്നു അമ്മുവിൻ്റെ വീട്ടിലേക്ക്. ചെന്ന പാടെ തന്നെ കസിൻസ് എല്ലാവരും കൂടി ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പ്രാക്ടീസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഉണ്ടാക്കിയത് കുറച്ച് നല്ല മെമ്മറീസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കല്യാണത്തിൻ്റെ ഡേറ്റ് അടുത്തപ്പോൾ തന്നെ വാട്സപ്പിൽ കുറേ ഗ്രൂപ്പ്സ് ഉണ്ടാവാൻ തുടങ്ങി കേട്ടോ. ഡാൻസ് ഗ്രൂപ്പ്, പാട്ട് ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ ബോളിവുഡ് ഡാൻസ് ഗ്രൂപ്പ്, അങ്ങനെ കുറേ ഗ്രൂപ്പ്സ്. ഇതിലൊക്കെ ഡാൻസിൻ്റെ വീഡിയോസ് ഇട്ട് തരാറുണ്ട് കേട്ടോ. എന്നാൽ കൂടി ഒന്നിച്ച് കളിച്ചു നോക്കുന്നത് ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് ചെന്നിട്ടാണ്. ഇതിൻ്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഡാൻസുകളൊക്കെ ഞങ്ങൾ അന്ന് പഠിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, അന്ന് വൈകുന്നേരത്തെ പരിപാടിക്കാണ് ഞങ്ങൾ ഈ കിടന്ന് പ്രാക്ടീസ് ചെയ്യണത്. ഒരു സൈഡിൽ കൂടെ പ്രാക്ടീസ് എടുക്കുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ നമ്മൾ രാത്രിത്തെ സംഗീത് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ. അതും ഗംഭീരമായിട്ട് സൈഡിൽ കൂടി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംഗീത് ഫംഗ്ഷൻ എത്ര പ്രോഗ്രാംസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മുവിനോട് ചോദിച്ചപ്പോഴാണ് കേട്ടോ അമ്മു പറയുന്നത് ഒരു 25 പ്രോഗ്രാം ഉണ്ട് ചേച്ചിയെ കയറാൻ. അപ്പോൾ 25 എന്ന് പറയുന്നത് എല്ലാവരുടെ പാട്ടും ഡാൻസും ഒക്കെ കൂടെ കൂടിയിട്ടാണ് ഈ 25 പ്രോഗ്രാം എന്ന് പറയുന്നത്. ഞങ്ങൾ ചോദിച്ചാൽ ഈശ്വര ഇത്രയും പ്രോഗ്രാമോ ഭഗവാനെ. പക്ഷേ രസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു പ്രോഗ്രാം. ഞങ്ങൾ എൻജോയ് ചെയ്തൊരു പരിപാടിയായിരുന്നു അത്. അപ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടോ. ഉച്ചയ്ക്ക് വെജ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഗുരുവായൂർക്കാണ്. ഗുരുവായൂർ അടുത്തുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കടയാണ് പ്രിയങ്ക. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.